രാവിലെ തന്നെ ഞങ്ങൾ പുഷ്പക വിമാനത്തിൽ കയറിയിട്ട് പറക്കുകയാണേ. ഞങ്ങളിത് എവിടേക്ക് പോണേന്ന് പറഞ്ഞില്ല. നിങ്ങൾ ഈ താമരശ്ശേരി ചുരം എന്ന് കേട്ടിക്കണം. ആ ചുരം കയറണ്ട കേട്ടോ, ചുരത്തിന്റെ താഴെയായിട്ട് വരും ഈ സ്ഥലം. പിന്നെ റോഡൊക്കെ നല്ലോണം മാറിപ്പോയാനൊക്കെയാണ് ഞങ്ങൾക്ക് എത്ര നോക്കിയിട്ടും വഴി മനസ്സിലാവില്ല. അങ്ങനെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് അയച്ചതാണ് കേട്ടോ ഈ 2 മുതലിനെ. അത് എവിടേക്ക് പോയതെന്ന് പറഞ്ഞില്ലല്ലോ, എൻ്റെ അമ്മായിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അവിടെ ടാട്ടിൻ്റെ വീടാഴ്ചയാണ്. അങ്ങനെ ഭയങ്കര ചൂട് കാരണം ഞങ്ങൾ അടുത്ത വീട്ടിലെ മുറ്റത്ത് പോയി ഇരുന്നിട്ട്, അങ്ങനെ മുറ്റത്ത് ഇനി ആദ്യം ഇരുന്നത്. പിന്നെ അവർ ഞങ്ങൾ ഇരിക്കുന്ന കണ്ടപ്പോൾ കൊലായിലേക്ക് കയറി ഇരുന്നോളാൻ പറഞ്ഞു. ഒട്ടകത്തിന് സ്ഥലം കൊടുക്കാന്ന് കേട്ടില്ല, അതന്നെയാണ് ഇവിടുത്തെ സംഭവം. അങ്ങനെ കുറെ നേരം ഇരുന്നു. പിന്നെ എല്ലാവർക്കും ഭയങ്കര ദാഹം. അങ്ങനെ കുറച്ച് വെള്ളം ചോദിക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ വെള്ളം എടുക്കാൻ പോയപ്പോഴാണ് ഇവിടെ വേറൊരു സംഭവം കണ്ടത്. സ്കൂളൊക്കെ പൂട്ടിയതല്ലേ, ഒഴിവ് സമയം ആനന്ദകരാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ കലാപരിപാടികൾ ഇവിടെ ഉണ്ട്. 2 സ്റ്റിച്ച് ഉണ്ട് അതിൽ. ആ വീട്ടുകാർ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കാരണവന്മാരൊക്കെ വരുന്നത്. അല്ല, ആ പരിപാടിക്കാണല്ലോ നമ്മളിവിടെ വന്നത്. പിന്നെ അവർ വന്നപ്പോൾ തന്നെ ഒരു ഗ്ലാസ് ജ്യൂസ് കിട്ടിയ പൈനാപ്പിൾ ജ്യൂസാണ് കേട്ടോ കൂടുതൽ ഞങ്ങൾക്കും കിട്ടി. അങ്ങനെ പിന്നെ അവർ കല്യാണം നിശ്ചയിക്കലും ഭക്ഷണം കഴിക്കലോ കഴിഞ്ഞിട്ട് അവരിറങ്ങിയ പാട് ഞങ്ങൾ ഇരുന്നേ. നമ്മളെ മെയിൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഫുഡ് അടിക്കാന്നുള്ളതാണല്ലോ. പിന്നെ ബിരിയാണി ഉണ്ടേനി, കടായി ഉണ്ടേനി, കാട പൊരിച്ചത് ഉണ്ടേനി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടേനി കേട്ടോ. ബിരിയാണി തിന്നാൻ തുടങ്ങിയപ്പോഴേക്കും പിന്നെ ഐസ്ക്രീം കൊണ്ടുവച്ച്, പിന്നെ പുട്ടിന്റെ മുകളിൽ തേങ്ങ ഉണ്ടായി ബിരിയാണി തിന്നപ്പോൾ പിന്നെ കുറച്ച് ഐസ്ക്രീമും തട്ടിക്കൊടുത്ത്.